ഹായ്, അപ്പോൾ നെസ്റ്റേ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു BMC അംബാസഡറിൽ സ്ട്രൈഡ് 5 സ്പീഡിൻ്റെ ഗിയർ ബോക്സ് മാറ്റി കയറ്റുന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ടൊക്കെ വലിച്ചിളക്കി. അപ്പോൾ ഫ്രണ്ട് ഇളകുന്ന വീഡിയോ ഒന്നും വേണ്ട, നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനിയുള്ള വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. എങ്ങനെയാണ് മാറ്റുന്നത്, എന്തൊക്കെയാണ് വേണ്ടത്, അനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, ബ്രാക്കറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. നമ്മൾ ഫ്രണ്ട് ഫുള്ള് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇളക്കാനുള്ളത് എൻജിൻ ഫൗണ്ടേഷൻ വരുന്നുണ്ട്. അതിൻ്റെ നെട്ടും ബോൾട്ടും, എൻജിൻ ഫൗണ്ടേഷൻ്റെ നെട്ടും ബോൾട്ടും ഇളക്കണം. പിന്നെ അതുപോലെ രണ്ട് സൈഡിലുള്ളത് ഇളക്കാനുണ്ട്. പമ്പിൻ്റെ കണക്ഷൻ, പിന്നെ അതുപോലെ ടെമ്പറേച്ചർ സെൻസർ, ഡീസൽ ലൈന്, പവർ ബ്രേക്ക് നമ്മൾ നേരത്തെ ഇതിൽ ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തൊന്നും ഓർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബൂസ്റ്റിലേക്കുള്ളത്, പിന്നെ ഓയിൽ പൈപ്പിൻ്റെ കണക്ഷൻ ഇളക്കണം. ഡീസൽ റിട്ടേൺ, നോസിലിൽ നിന്ന് ഡീസലിൻ്റെ റിട്ടേൺ ഉള്ളത് ഇളക്കണം. ഹോണൊക്കെ ഇളക്കി മാറ്റണം, എങ്കിലേ കുറച്ച് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി വരുന്നത് നമ്മുടെ പഴയ ഗിയർ ബോക്സിൻ്റെ ചുറ്റു ബോൾട്ടുകളെല്ലാം ഇളക്കണം. ഈ കൂട്ടത്തിൽ ഇളക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, ആ സ്റ്റാർട്ടറും ഇത്രയും സംഭവം കൂടെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനൊരു ബാക്കിൽ വയ്ക്കാം. ബ്രാക്കറ്റ് രണ്ടും ഇളക്കി, ഇവിടെയും ഇളക്കി, അതിനകത്തും ഒരു ബോൾട്ട് വരും. അപ്പം 2 ബോൾട്ടാണ് വരുന്നത്, മൊത്തം 4 ബോൾട്ടാണ് ബ്രാക്കറ്റിന് വരുന്നത്. അത് രണ്ടും നമ്മൾ ഇളക്കി. ഇനി ഉള്ളത് കുറച്ച് പൈപ്പുകളുണ്ട്, ഈ പൈപ്പുകളും കൂടെ ഇളക്കണം. ഈ കണക്ഷനൊക്കെ ഇളക്കി വിടണം, ഇളക്കി മാറ്റി. പിന്നെ മാനിഫോൾഡ് നമ്മൾ ഊരിയെടുത്തു കേട്ടോ. മാനിഫോൾഡിന് മൊത്തം 6-7 ബോൾട്ട് ഉണ്ട്, അതെല്ലാം ഇളക്കിയെടുത്തു. ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ് കേട്ടോ. സ്ട്രൈഡ് 5 സ്പീഡിന് വരുന്ന ഗിയർ ബോക്സ് ആണ്. ഈ ഒരു ഫ്രണ്ട് ഏരിയ വരുന്നത് നമ്മുടെ പഴയ 4 സ്പീഡിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇത്രയും ഭാഗം വരുന്നത് ഓൾട്രേഷൻ ചെയ്ത് എന്തോ സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതിനകത്ത് ഇഷ്യൂസിൻ്റെ മെക്കാനിസം അല്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഗിയർ വീലുകളെല്ലാം വേറെയാണ്. ഇതാണ് നമ്മുടെ റിവേഴ്സിൻ്റെ സ്വിച്ച്. ഇവിടെയാണ് നമ്മുടെ ഗിയർ ലിവർ വരുന്നത്. നമ്മുടെ ജോയിൻ്റാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ജോയിൻ്റ് ഇളക്കി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിളും ഇളക്കി താഴെ വിട്ടിട്ടുണ്ട്. ജാക്കീര വീലിനടുത്ത് കിടക്കുന്നതാണ്. പിന്നെ ഇതിലിനി വരുന്നത്, ഇതാണ് ഏറ്റവും ബാക്കിലത്തെ ബ്രാക്കറ്റ് വരുന്നത്. ഇത് നമുക്ക് മാറ്റി പുതിയ ബ്രാക്കറ്റാണ് വയ്ക്കേണ്ടത്. പക്ഷേ ഈ ബ്രാക്കറ്റിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. നമ്മളിപ്പോൾ അത് നോക്കുന്നില്ല, നമ്മൾ പുതിയ ബ്രാക്കറ്റ് വെച്ച് റെഡിയാക്കാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ഈ വരുന്ന ഫ്രണ്ടിലത്തെ ബ്രാക്കറ്റ് അത് മാറേണ്ട ആവശ്യമില്ല. അത് ഈ കമ്പനിക്കും 5 സ്പീഡിനും അതേ ബ്രാക്കറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ക്ലച്ച് പെഡലിൻ്റെ ഷാഫ്റ്റ് വരുന്നുണ്ട്, അത് ഇളക്കണം. ഈ ലാസ്റ്റിലത്തെ ഈ ഒരു ബ്രാക്കറ്റിന് 4 ചുറ്റ് ബോൾട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു 5 ഇഞ്ചോ 6 ഇഞ്ചോ നീളമുണ്ട് അതിന്. ഇപ്പോൾ നേരത്തെ കണ്ടതാണ് ജോയിൻറ്റ്. നമ്മൾ ജോയിൻറ്റിന് ശേഷം ഇവിടെ വരുന്ന ബോൾട്ടുകൾ, അതായത് ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ബോൾട്ടുകൾ ഒരു സൈഡിൽ 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് മാത്രമേ നിർത്തിയിട്ടുള്ളൂ, ബാക്കി 3 ആ സൈഡിൽ നമ്മൾ ഊരിയെടുത്ത്. അതുപോലെ ഇപ്പുറത്തും അതുപോലെ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലച്ച് ഫോർക്കിട്ട് അത് ഊരി വെച്ചിരിക്കുകയാണ്. ഒരു പിന്നിൻ്റെ ബലത്തിലാണ് അത് നിൽക്കുന്നത്. സ്പീഡോമീറ്റർ ഊരി, ഗിയർ ബോക്സിൻ്റെ മൗണ്ടിങ്, സെൻറ്റർ മൗണ്ടിങ്ങിൻ്റെ നമ്മൾ രണ്ടും പൊട്ടിച്ചിളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗിയർ ബോക്സിൻ്റെ ചുറ്റു ബോൾട്ടാണ് ഇളക്കേണ്ടത്. ഇതാണിപ്പോൾ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ അടിയിലെ ഭാഗം. അടിയിലെ കാഴ്ച ഇങ്ങനെയാണ്. അത് ഓയിൽ സംഭവമാണ് കാണുന്നത്. ഡിസ്ക് ബ്രേക്കൊക്കെ നമ്മൾ നേരത്തെ കയറ്റിയതാണ്. ഇനി നമുക്കിതിൻ്റെ ഗിയർ ഓയിലൊന്ന് ചോർത്തി എടുക്കണം. ഇവിടുത്തെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ മൊത്തം ഇളക്കി മാറ്റി. അതുപോലെ ഓയിലിൻ്റെ 2 പൈപ്പ് വരും. ഒന്ന് എഞ്ചിനിൽ നിന്ന് വരുന്നത്, ഇത് നമ്മൾ പവർ ബ്രേക്കിന് വേണ്ടി ഓൾട്ടർ ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇളക്കി മാറ്റി. വാക്യൂം പൈപ്പ് ഇളക്കി മാറ്റി. ഇത് പമ്പിൽ നിന്നുള്ള റിട്ടേൺ ആണ്, അത് വാക്യൂം ബൂസ്റ്ററിൻ്റെ പമ്പിൽ നിന്നുള്ള റിട്ടേൺ ആണ്, അത് ഇളക്കി മാറ്റി. ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇളക്കി മാറ്റി. സ്റ്റാർട്ടറിൻ്റെ വയറുകളെല്ലാം ഇളക്കി മാറ്റി ആ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റാർട്ടറും കൂടെ ഇളക്കണം. ഓക്കെ, അപ്പോൾ അതും കൂടെ ഇളക്കിയിട്ട് നോക്കാം. വീഡിയോ എടുക്കുന്നതും പണി ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെ ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി തൊട്ട് അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് ആരെങ്കിലും സെറ്റ് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ടർ
ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ. ഇത് നമ്മൾ കുട്ടി സ്റ്റാർട്ടർ ആക്കിയതാണ്. ഇതിലിടുന്ന വലിയ സ്റ്റാർട്ടറാണ്. അതിങ്ങനെ ഒരു കയ്യിലൊന്നും നിൽക്കില്ല. അത്യാവശ്യം നല്ല പവറാണിത്. ഐക്കോ ബോഷിൻ്റെതാണ്. പുതിയ മോഡലിൽ വരുന്ന സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടിൻ്റെ BMC എല്ലാം സ്യൂട്ടാവും. ഇസ്യൂസിൻ്റെത് വേറെയാണ്, അതിൽ സ്യൂട്ടാവില്ല. അപ്പോൾ നമ്മൾ വണ്ടി തള്ളി ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ചെയിൻ ബ്ലോക്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ഉള്ളത് തന്നെ. ബോൾട്ടുകളെല്ലാം നമ്മൾ ഇളക്കി റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. ഇനി കെട്ടി എഞ്ചിന് ചെയിനിട്ട് കെട്ടണം. അതിനു മുമ്പായിട്ട് ഇനി ഡീസൽ ലൈനും കൂടെ ഈ രണ്ട് ലൈൻ ഇന്നും ഔട്ടും ഇളക്കി വിടണം. അതുപോലെ അപ്പുറ സൈഡിലാണ് പമ്പ് വരുന്നത്, അപ്പോൾ അതും ഇളക്കി വിടണം. എഞ്ചിൻ കെട്ടുന്നത് ഈ ചെയിനിട്ടാണ് കേട്ടോ. ചെയിനും ആ ഒരു പ്ലാസ്റ്റിക് വെള്ളയും കൂടെ ഇട്ടാണ് കെട്ടി ഇറക്കുന്നത്. അപ്പോൾ ഇനി ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ബാക്കിലത്തെ ഒരു ബ്രാക്കറ്റിൻ്റെ ഈ കാണുന്ന രണ്ട് ബോൾട്ടുകളും നട്ടും ബോൾട്ടുമാണ്. അതുകൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സ് ഊരിയെടുക്കാം. ഈ താഴത്തെ നമ്മൾ നേരത്തെ ഇളക്കി, അതുപോലെ ഇവിടുത്തെ മൗണ്ടിങ്ങിൻ്റെതും എല്ലാം സെറ്റ് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് 5 സ്പീഡിൻ്റെ ഗിയർ ബോക്സ്. സ്ട്രൈഡ് 5 സ്പീഡ്, ഇത് 4 സ്പീഡ്. അപ്പോൾ ഇതാണ് ക്ലച്ച് കാർബൺ. സാധാരണ വണ്ടിയിൽ റിലീസ് ബെയറിങ്ങിന് പകരം ഈ ഒരു മെക്കാനിക്സാണ് വരുന്നത്. പഴയ ഒരു ഒറിജിനൽ സാധനമാണ്. അമറപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ മെറ്റീരിയലാണ്. അത്യാവശ്യം തിക്നെസ് ഉണ്ട്, കുഴപ്പമില്ല. നമ്മളൊരു പുതിയതുള്ളതുകൊണ്ട് നമ്മളത് മാറ്റുകയാണ്. ഇതാണ് അതിൻ്റെ ലോക്ക് മെക്കാനിസം. ഇതായിരിക്കും ഗിയർ ബോക്സിൻ്റെ പഞ്ചിങ് നമ്പർ കേട്ടോ. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ, സീരിയൽ നമ്പർ. രണ്ട് ഗിയർ ബോക്സും തമ്മിൽ നല്ലൊരു വെയിറ്റ് വ്യത്യാസമുണ്ട്. കാഴ്ചയ്ക്കും എടുത്ത് പൊക്കി ഹാൻഡിൽ ചെയ്യാനും നല്ലൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് രണ്ട് ഗിയർ ബോക്സും തമ്മിൽ. അപ്പോൾ നമ്മളിതിൽ ഗിയർ ബോക്സിൻ്റെ ബാക്കിൽ വരുന്ന ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ്, ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. നമ്മൾ പുതിയ ഗിയർ ബോക്സ് ഏകദേശം കയറ്റി അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ബ്രാക്കറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വണ്ടിക്കകത്ത് ഇത്രയും പോർഷൻ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കട്ട് ചെയ്താൽ മാത്രമേ അറേഞ്ച്മെൻറ്റ് നടക്കൂ. ചിലപ്പോൾ ഈ ബാക്ക് സൈഡ് ശാലം കൂടെ കട്ട് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ബെൽറ്റ് പിടിച്ചിടാൻ വേണ്ടി എടുത്ത പഴയ ബെൽറ്റാണ്. ഇതിനി കട്ട് ചെയ്ത് കളയും. ഫ്രണ്ടിലത്തെ ആ ക്രോസ് ചേസും നമ്മൾ ഇളക്കി. ക്രോസ് ചേസ് ഇളക്കിയാലേ BMCയിൽ ഇത് പിടിപ്പിക്കാൻ പറ്റും. കാരണം ഇത് ഇവിടെ ഒരു തകിട് വരുന്നുണ്ട്. അത് ഇപ്പൊ പൊക്കി നിർത്തിയിരിക്കണം, അതുകൊണ്ടാണ് അത് തട്ടുന്നത്. അത് നമ്മുടെ ബ്രാക്കറ്റാണ്, സ്റ്റിയറിംഗ് ബോക്സിന്റെ ബ്രാക്കറ്റ് അതിലാണ് വരുന്നത്. പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നും അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ക്രൈസ് ഉള്ളവർ ഒരു രീതിക്ക് അങ്ങ് ചെയ്യും, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത്. അത് ഒരുപാട് ബോറായി തോന്നും. ഗിയർ ബോക്സിന്റെ 4 ബോൾട്ട് ഇതാണ്, ഇത് 4 ബോൾട്ട് ഇളക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് ഒരുപാട് ബോറായിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ ഇളക്കിയെടുത്തു, തിരിച്ച് അടുത്ത് ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇതിലിങ്ങനെ നമുക്ക് ഓൾട്രേഷൻ ചെയ്യാം എന്നുള്ളൊരിതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് എഞ്ചിനോടെ എടുത്ത് കയറ്റി ബാക്കിയുള്ള ബ്രാക്കറ്റുകളെല്ലാം അലൈൻമെന്റ് നോക്കി സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതോടെ തിരിച്ച് എഞ്ചിൻ ഇറക്കുന്നത് കാണിച്ചു, ഈ തിരിച്ച് കയറ്റുന്നത് കാണിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എന്തായാലും നോക്കാം. അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊന്നും പറയാത്തത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അത് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ബാക്കിയൂടെ നമുക്ക് വർക്ക് ചെയ്യാം.
Something to hold on to, gotta find it first. But here I am, 'cause I've been laying under palm trees, waiting for the summer, knowing there's nowhere to go. രാത്രി നമ്മളൊരു 9 മണിയോടുകൂടി പണിയെല്ലാം തീർത്തു. Never want to leave, I'm in a tropic club.